കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതല്ല, ചാടിച്ചതാണ് എന്നൊരു ആരോപണം പരക്കെ വ്യാപകമാണ്. അങ്ങനെയെങ്കിൽ ആര് എന്തിനു വേണ്ടി ഗോവിന്ദച്ചാമിയെ ജയിൽ ചാടിച്ചു? ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടേണ്ടതല്ലേ? മൊത്തത്തിലൊരു ദുരൂഹതയല്ലേ നിൽക്കുന്നത്. ഉവ്വ്. ആ ഗോവിന്ദച്ചാമി എന്നുള്ള പേര് തന്നെ ദുരൂഹതയില്ലോ. ഉവ്വ്. അദ്ദേഹത്തിന് മറ്റൊരു ക്ഷമിക്കണം, അദ്ദേഹം എന്നല്ല, ആ ക്രൂരന് അല്ലേ. അതെ, ഞാൻ എപ്പോഴും അങ്ങനെ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു സാറ്, ഈ അദ്ദേഹം എന്ന് പറഞ്ഞത് ആരെയാണെന്ന് പെട്ടെന്ന് എനിക്കൊരു കൺഫ്യൂഷൻ. നമ്മുടെ ഒരു സംസ്കാരം കാണിക്കുന്നതല്ലേ, ഒരാളെ ബഹുമാനം കാണിക്കുന്നതാണ്. അങ്ങനെ അതെ, അതെ. ശീലിച്ചു പോയതുകൊണ്ട് പക്ഷേ ഈ ഗോവിന്ദച്ചാമിയെ പോലുള്ളവരോട് ഒട്ടും തന്നെ ബഹുമാനം കാണിക്കുന്നു. നരാധമനാണ്. അതെ, ശരിക്കും അയാളെ അറസ്റ്റ് ചെയ്ത് പോലീസ് കൊണ്ടുവരുമ്പോൾ ജനക്കൂട്ടം ആക്രമിക്കുന്നുണ്ട്, അയാളുടെ തലയ്ക്കൊക്കെ ഇട്ട് ഇഴുക്കുന്നുണ്ട്. കൂട്ടത്തിന്റെ വിട്ടുകഴിഞ്ഞാൽ തീർന്നില്ല. പിന്നെ പിന്നെ അതുപോലെ ആ പെൺകുട്ടിയോട്, നിരാലംബയും നിസ്സഹായമായ ആ പെൺകുട്ടിയോട് തീർച്ചയായിട്ടും കരളലിവുള്ള ആർക്കും, മനുഷ്യൻ എന്ന ആ ഒരു സംബോധനയ്ക്ക് അർഹനായ ആർക്കും ഒരു 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 ദയ, കാരുണ്യം ഒക്കെ തോന്നില്ലേ? ആ സംഭവത്തിൽ തീർച്ചയായിട്ടും പ്രതികരിക്കണമെന്ന് തോന്നാത്ത ഏത് മനുഷ്യനാണ് ലോകത്തുണ്ടാവുക? അവിടെയാണ് പ്രശാന്ത്, ഇത് സംഭവം നടന്നിട്ട് വർഷങ്ങളായി, എന്നിട്ട് ഈ ഗോവിന്ദച്ചാമിയെയും സൗമ്യയെയും ആരും മറന്നിട്ടില്ല. ഇവൻ കാണിച്ച, ഈ ക്രൂരൻ കാണിച്ചിട്ടുള്ള ആ ക്രൂരത അല്ലേ, അതിന് ബലിയാടാകേണ്ടി വന്ന ആ പാവം പെൺകുട്ടി, അത് മറ്റെന്തെല്ലാം വാർത്തകൾ ഇങ്ങനെ മാറി മറിഞ്ഞിട്ടും ആ വാർത്ത ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ അങ്ങനെ നിൽക്കുകയാണ്. അതാണ് അയാളെ അവിടെ വെച്ച് തന്നെ ഈ പോലീസിന്റെ പിന്നിലൂടെ ഒക്കെ ചെന്ന് ഇടിക്കാനും ഒക്കെ ശ്രമിച്ചത്. അപ്പം പണിപ്പെട്ടാണ് പോലീസ് അയാളെ കേരളത്തില് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളെ ഒക്കെ, വളരെ സജീവമായിട്ട് നിൽക്കുന്ന വാർത്തകളെ മാറ്റിമറിക്കാനായിട്ട് പ്രധാനപ്പെട്ട വാർത്താ ചാനലുകൾക്ക് സാധിക്കും അല്ലേ. മറ്റൊരു വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതങ്ങ് തമസ്കരിക്കാം, മറന്നു പോവുകയാണ്. അതെ, നമ്മൾ 2-3 ദിവസമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത് ഒരു കേരളത്തിൻ്റെ ഒരു ചരിത്രമായി മാറിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു അവസാനത്തെ യഥാർത്ഥ സഖാവായിട്ടുള്ള VS അച്യുതാനന്ദനെ കുറിച്ചായിരുന്നു. കേരളം മുഴുവൻ ഇങ്ങനെ വാതോരാതെ സംസാരിക്കും. തിങ്കളാഴ്ച വൈകിട്ട് മുതൽ 3:30 മണി മുതൽ. അതെ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ഇന്നിപ്പോൾ ശനിയായി. ഈ വെള്ളിയാഴ്ച രാവിലെ വരെ നമ്മുടെ TV-കളിൽ നിറഞ്ഞു നിന്നിരുന്നത്, നമ്മുടെ ചാനലുകളിൽ നിറഞ്ഞു നിന്നിരുന്നത് VS ആണ്. ഈ 2 അക്ഷരം മാത്രമാണ്. അതെ, അത് ആബാലവൃദ്ധം ജനങ്ങൾ. അതെ, അല്ലാതെ ഈ രാഷ്ട്രീയ ബോധമുള്ള കുറച്ച് ആൾക്കാർ മാത്രമൊന്നുമല്ല. അല്ല, കേരളത്തിലുള്ളവർ മുഴുവൻ. ശരിക്കും പറഞ്ഞാൽ ചെറുപ്പക്കാർ പോലും വലിയ രീതിയിൽ VS എന്ന ആവേശത്തെ ഉൾക്കൊണ്ടു. കേരളത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴ വരെ എത്താൻ 22 മണിക്കൂർ എടുത്തു. ഉമ്മൻചാണ്ടിയും സമാനമായിട്ടുള്ള ഒരു ആൾക്കൂട്ടത്തിലൂടെയാണ് പോയത്. ഉമ്മൻചാണ്ടി ജീവിച്ചത് മുഴുവൻ ആൾക്കൂട്ടത്തിലാണ്. അദ്ദേഹത്തിന് യാത്ര ആക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അത്ര ആൾക്കൂട്ടം ഉണ്ടെന്ന് അദ്ദേഹം അറിയുന്നില്ല. പക്ഷേ VS ഒരു പുരുഷായുസിൽ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ മുഴുവൻ ചെയ്തു തീർത്തിട്ട് 102-ാം വയസ്സിലാണ് മരണത്തിന്. അതെ, ഒരു 3-4 വർഷമായിട്ടാണ് അദ്ദേഹം ഈ മുഖ്യധാരയിൽ, ശരിക്കും പറഞ്ഞ 2019 ശേഷം അദ്ദേഹം മുഖ്യധാരയിൽ വരാതിരുന്നത്. ഞാൻ വിചാരിച്ചത് ജനം അദ്ദേഹത്തെയൊക്കെ അങ്ങ് മറന്നിട്ടുണ്ടാവും, മരണം അങ്ങ് വലിയ ആൾക്കൂട്ടമൊന്നും ഇല്ലാതെ അങ്ങ് പോകുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അന്ന് AKG സെൻറ്ററിലേക്ക് തന്നെ ഒഴുകി എത്തിയത് 10-10:30 ആയപ്പോൾ അവിടുത്തെ പൊതുദർശനം അവസാനിപ്പിച്ചു. എന്നിട്ടും നിൽക്കുകയാണ് അവിടെ മുഴുവൻ നിറഞ്ഞു കവിഞ്ഞ്. ഉടനെ പിന്നെ അവിടെ അനൗൺസ്മെൻറ്റ് എന്താണ്, അദ്ദേഹത്തെ പിന്നെ വസതിയിലേക്ക് കൊണ്ടുപോകുന്നു, ഇനി ദർബാർ ഹാളിൽ പിന്നെ അവിടെ ഭൗതിക ശരീരം ഉണ്ടാകും, അവിടെ വന്ന് കണ്ടാൽ മതി എന്നൊക്കെയുള്ള രീതിയിൽ അറിയിപ്പ്. അപ്പോൾ ജനക്കൂട്ടത്തെ തടയുക, ചിലർക്ക് ഈ ജനക്കൂട്ടത്തെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. VS-ന് പിന്നിൽ അണിനിരുന്ന വളരെ അസഹിഷ്ണുതയോടുകൂടിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകളാണ് ഇവിടെ സജീവമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വാർത്ത മാറ്റിമറിക്കണം. അതെ, നമ്മളെപ്പോഴും അങ്ങനെ കണ്ടിട്ടുള്ളത്, കേരളത്തിൽ നിന്നുള്ള എവിടെയായാലും പല ഒരു വാർത്ത ഇങ്ങോട്ട് വരും, അതിന് വലിയ വിവാദങ്ങളും കാര്യങ്ങളും ചർച്ചയ്ക്ക് മേൽ ചർച്ചയും ഒക്കെ ആയിട്ട് പോകും. അടുത്തതിൽ വരുമ്പോൾ അതിലേക്ക് അങ്ങ് പോവുക.
അങ്ങനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയല്ലേ ഈ ഗോവിന്ദച്ചാമി ഉപയോഗിച്ചത്. ഈ ഗോവിന്ദച്ചാമി ഏതാണ്ട് ആരെങ്കിലും മനഃപൂർവ്വം ഗോവിന്ദച്ചാമിയെ ഉപയോഗിച്ചു എന്നാണ് സൂചന. അതെ, പുലർച്ചെ 1:30 മണിക്കെന്തോ ആണ് ജയിലിൽ നിന്ന് പുറത്തിയാടുന്നത്. ഒരു കാര്യം സത്യമാണ്, ഒറ്റക്കയ്യനായ ഈ ഗോവിന്ദച്ചാമിക്ക് ഒറ്റയ്ക്ക് ആ ജയിലിൽ ചാടാൻ സാധിക്കില്ല. ഈ ഇരുമ്പഴികൾ അറുത്തുമാറ്റി തുണികൾ കൂട്ടിക്കെട്ടി ഈ വലിയ മതിലിൻ്റെ മുകളിലൂടെ ഇട്ട് അതിൽ വലിഞ്ഞു കയറി ഒരു കൈ കൊണ്ട് പിടിച്ചു വലിഞ്ഞു കയറി പുറത്തെത്താൻ, ജയിലിന് പുറത്തേക്ക് എത്താൻ ഗോവിന്ദച്ചാമിക്ക് ഒറ്റയ്ക്ക് കഴിയും എന്ന് അരിയാഹാരം കഴിക്കുന്ന ആരും വിശ്വസിക്കില്ല. അതോ ഇയാൾക്ക് വല്ല മന്ത്രം ചൊല്ലി പുറന്തീട് സീസേ എന്ന് നമ്മൾ പഴയ സിനിമയിൽ കേട്ടിട്ടുള്ളത് പോലെ ഇത് പറയുന്നുടനെ അങ്ങ് വാതിലുകൾ തുറന്നു മാറുകയാണോ ചെയ്തത്? 1:30 മണിക്ക് പുലർച്ചെ ചാടിയത്, 10:30 മണിക്കാണ് രാവിലെ പിടിയിലാകുന്നത്. ഇത്രയും സമയത്തിന് ആ ജയിലിൻ്റെ ചുറ്റളവിൽ തന്നെ ഏതാണ്ട് ഒരു 4-5 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഉണ്ടായിരുന്നു. കണ്ണൂരിൽ നിന്ന് രക്ഷപ്പെടാൻ സമയം ഉണ്ടായിരുന്നല്ലോ. രക്ഷപ്പെട്ടില്ല. എന്തുകൊണ്ട് രക്ഷപ്പെട്ടില്ല? താടി നീട്ടി വളർത്തി, ശരീരം മെലിഞ്ഞു, അല്ലേ? ഗോവിന്ദച്ചാമി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ജയിലിനകത്ത് കിടന്ന് തടിച്ചു കൊഴുത്ത ആ രൂപമാണ് മനസ്സിൽ കണ്ടത്. ഇത് തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിൽ തലയിൽ ഒരു ചാക്ക് കെട്ടും ഒക്കെ ആയിട്ട് പോകുന്നു. ഈ പകുതി കൈ ഇങ്ങനെ ചാക്ക് കെട്ടിനോടെ ചേർത്ത് വെച്ചിരിക്കുന്നു, ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? ഒരു ട്രാക്ക് സൂട്ട് പോലൊരു ഒരെണ്ണം ഇട്ടിട്ടുണ്ട്, ഒരു മുഷിക, ഒരു ഭിക്ഷക്കാരൻ്റെ എല്ലാ പൂർണ്ണമായിരുന്നു. അപ്പോൾ ഇതൊക്കെ എന്തിനു വേണ്ടി ചെയ്തതാണ്? ഒരു നാടകം കളിയല്ലേ ഇതിനകത്ത് നടന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വാർത്തകൾ മൊത്തം മാറിയില്ലേ? തീർച്ചയായിട്ടും ഗോവിന്ദച്ചാമി എന്ന് കേൾക്കുമ്പോൾ തന്നെ കേരളം ഒന്ന് ഞെട്ടുകയും അതിൻ്റെ പുറകെ പോവുകയും ചെയ്യും. അതൊരു സത്യമാണ്. ഈ കഴിഞ്ഞ ദിവസവും ഈ ഗോവിന്ദച്ചാമി ജയിൽ ചാടുന്നതിൻ്റെ തലേ ദിവസവും വരെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഈ VS-നെ കുറിച്ചും VS-നെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ആളിനെ കുറിച്ചും അതുപോലെ സ്വരാജിൻ്റെ ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് ഇതിനെക്കുറിച്ചൊക്കെ പിരപ്പൻകോട് മുരളി തുറന്നടിച്ച കാര്യങ്ങളും ഒക്കെയാണ്. അതൊക്കെ സജീവമായിട്ട് നിൽക്കുകയാണ്. ഇതിനെല്ലാം മറ്റൊരു വാർത്ത വന്ന് പെട്ടെന്ന് അതങ്ങ് തമസ്കരിക്കുന്നത്. അപ്പോൾ ഇത് ബോധപൂർവമായിട്ടുള്ള ഇടപെടൽ. ദേശാഭിമാനി ഇന്നത്തെ തലക്കെട്ട് എന്താണ്? ചാടി പിടിച്ചു, ഉടൻ പിടിച്ചു. എന്താ ജയിലിന്റെ പുറത്ത് ദേശാഭിമാനി. എങ്ങനെ ഇയാള് ജയിലിൽ ചാടി? അത് തന്നെ ഒരു വലിയ നാണം കെട്ട കാര്യമല്ലേ? അതും സെൻട്രൽ ജയിൽ പറയുമ്പോൾ. അതെ, ഒരു ഈച്ച പോലും പറക്കാത്ത സുരക്ഷയുള്ള, സർവോപരി പി ജയരാജൻ എന്ന CPM-ന്റെ കണ്ണൂരിലെ ചെന്താരകം, ആ ചെന്താരകം ജയിൽ ഉപദേശക സമിതിയെ നയിക്കുന്ന ആ ജയിലിൽ ആണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇനി വേറൊരു കാര്യം കൂടെ നമുക്ക് ഇതിനോട് കൂട്ടിച്ചേർക്കാം. ഇതിപ്പോൾ ഗോവിന്ദച്ചാമി ഒറ്റക്കയ്യൻ, അവനെ ഇറങ്ങി നടന്നപ്പോൾ ആൾക്കാർക്ക് തിരിച്ചറിയാൻ എളുപ്പമായിരിക്കും ഒറ്റക്കയ്യനായതുകൊണ്ട്. അതെ. ഇനി നമ്മളറിയാത്ത എത്രയോ കൊടും ക്രൂരന്മാർ ഇതിനകത്തുനിന്ന് പുറത്തിറങ്ങി വിഹരിക്കുകയും തിരിച്ചു വരികയും പിന്നെ പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതെ. ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? ഇവൻ ഒറ്റക്കയ്യനായതുകൊണ്ട് അല്ല, ഈ കണ്ണൂർ ജയിലിനെ കുറിച്ച്, കണ്ണൂരല്ല നമ്മുടെ ജയിലുകളെ കുറിച്ച് പൊതുവേ ഉള്ളൊരു ആക്ഷേപം അവിടെ എല്ലാ അനാശാസ്യവും നടക്കുന്നു, എല്ലാ ലഹരിയും അവിടെ ലഭിക്കുന്നു എന്നൊക്കെയാണ്. ഈ പരോളിൽ പോയിട്ട് തിരിച്ചു വരുന്നവരൊക്കെ അവിടെ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ ഈ പറഞ്ഞതുപോലെ മയക്കുമരുന്നൊക്കെയാണ് എന്ന ആക്ഷേപം വളരെ വ്യാപകമാണ്. അതുപോലെ ഈ ജയിൽ അധികൃതരുടെ വീഴ്ചയാണെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അതെ, ആരും സമ്മതിക്കും. പക്ഷെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല, ഒരു മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നില്ല. ശരിക്കും നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷം വളരെ കൃത്യമായിട്ട് അങ്ങനൊരു കാര്യം ചർച്ചയ്ക്ക് എടുക്കണം. പോലീസിന്റെ ഭാഗത്ത് നിന്ന്, ജയിൽ മേധാവിയുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചു, വലിയ വീഴ്ച. ചെറിയ വീഴ്ച. പത്രത്തിൽ 3 കോളത്തിൽ വരുന്ന മറ്റൊരു വാർത്ത എന്താണ്? ADGP അജിത് കുമാർ ട്രാക്ടറിൽ കയറി ശബരിമല പോയിരുന്നു, 5 മിനിറ്റ് അവിടെ നിന്ന് സുഖദർശനം നടത്തിയെന്ന്. ഞാൻ ചോദിച്ചോളേ, അദ്ദേഹം ഉയർന്ന ഇതിലിരിക്കുകയാണ്, അദ്ദേഹത്തിന് 5 മിനിറ്റ് അല്ല 50 മിനിറ്റും അവിടെ നിന്ന് തൊഴാൻ കഴിയും. അദ്ദേഹം അവിടെ നിന്ന് 5 മിനിറ്റ് തൊഴുന്നത് കൊണ്ട് ഇത് മറ്റൊരു ഭക്തനും തടസ്സമുണ്ടാകുന്നില്ല. അതും തീർത്ഥാടന കാലത്തും അല്ല. അതാണ് വലിയ വാർത്തയായിട്ട് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനേക്കാൾ
കൊടും ക്രൂരൻ അതെ. ജയിൽ ചാടിപ്പോയി എന്നുള്ളത് അവർക്ക് വാർത്തയല്ലാതായി മാറുകയാണ്. അപ്പോൾ അതാണ് ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ വേറൊരു തരത്തിൽ എന്ത് ചെയ്യുന്നു, ഈ VS-നെ നമസ്കരിക്കുന്നു. നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് പിന്നെ നമ്മുടെ സൂര്യനില്ലേ, ഉം. ആ കാരണഭൂതൻ, ആ ഇരട്ടച്ചങ്കൻ. ഈ സൂര്യബിംബം ഉപയോഗിച്ചുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ ഈ സുദർശന ചക്രം ഉപയോഗിച്ചുകൊണ്ടാണ് സൂര്യബിംബത്തെ മറച്ചത്, ജയദ്രഥനെ വധിക്കാൻ. ജയദ്രഥനെ. അതുപോലെ VS-ന്റെ പ്രസക്തിയും VS-ന് കിട്ടുന്ന ആ മൈലേജും ഇല്ലാതാക്കാൻ ഗോവിന്ദച്ചാമി എന്ന ജയദ്രഥനെ സമർത്ഥമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു എന്നാണ് സാറ് പറയുന്നത്. അത് നമ്മുടെ ഈ സൂര്യൻ തന്നെ അത് ചെയ്തിരിക്കുകയാണെന്നുള്ളതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.